ഒരു അപകടത്തിൽപ്പെട്ടാൽ സുഹൃത്തിനെ രക്ഷിക്കാൻ മനുഷ്യൻ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളും ശ്രമിക്കും എന്ന് നമ്മളോട് പറഞ്ഞ ഒരു ചിത്രം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻപിലായിരുന്നു ഒരു മൈന ഒരു കുടുക്കിൽപ്പെടുന്നു. പക്ഷെ മറ്റൊരു മൈന ശബ്ദമുണ്ടാക്കി അവിടുത്തെ ജീവനക്കാരെ വിളിച്ചു വരുത്തി തൻ്റെ കൂട്ടുകാരനെ രക്ഷപ്പെടുത്തിയെടുത്തു. ജിബിനുണ്ട്. ജിബിനെ നമ്മൾ ഈ പണ്ടൊക്കെ പറയായിരുന്നു പുറത്തിറങ്ങുമ്പോൾ ഒറ്റ മൈനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ രണ്ട് മൈനെ ഇപ്പോഴും നമ്മൾ കാണാം. അതാണ് എപ്പോഴും അവരുടെ ഒരു സ്വാഭാവിക രീതി. രണ്ടുപേർ ഒരുമിച്ച് നടക്കലാണ്, കൂട്ടുകാരനും കൂട്ടുകാരിയായിരിക്കും. അപ്പോൾ എനിക്കോട് ആ ഒരു സ്നേഹമായിരിക്കാം തൻ്റെ കൂടെയുള്ള ആൾ അപകടത്തിൽപ്പെട്ടപ്പോൾ അല്ലേ ഇങ്ങനെ ശബ്ദമുണ്ടാക്കി. എനിക്കോട് ക്ഷേത്ര ജീവനക്കാരും അത്ഭുതപ്പെട്ടു പോയി കാണും അല്ലേ ഇങ്ങനെ തങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് കണ്ട്. അത് തന്നെയാണ് ദിവിഷ് ചേട്ടാ, പലപ്പോഴും നമ്മൾ ഈ മനുഷ്യരെയൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഈ പക്ഷികൾക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും അവരുടെ സഹജീവികളോടുള്ള സ്നേഹം എന്നത്. മുമ്പും പല സാഹചര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ കുഴിയിൽ അകപ്പെട്ടു പോയ ആനയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഓടിയെത്തുന്ന മറ്റൊരു ആന, അങ്ങനെ പല സാഹചര്യങ്ങളിൽ നമ്മൾ ഈ പക്ഷി മൃഗാദികളുടെ സഹജീവി സ്നേഹമൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരം ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീപാദത്തിന് സമീപം ഉണ്ടായത്. അവിടെ ഏകദേശം ഒരു 11:30 മണിയോടുകൂടിയാണ് ഇന്നലെ രാവിലെ ഈ കെട്ടിടത്തിൻ്റെ 2ാമത്തെ നിലയിൽ ഒരു മൈന ഇരുന്നു കൊണ്ട് വലിയ രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നത് ഈ ക്ഷേത്ര ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ ഇവർ അവിടെ എത്തി നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു മൈന അവിടെ ക്ഷേത്രത്തിൻ്റെ കെട്ടിടത്തിലുള്ള പലകൾക്കിടയിൽ അതിൻ്റെ കാല് കുരുങ്ങി തലകീഴായി കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഉടൻ തന്നെ ഈ ക്ഷേത്ര ജീവനക്കാർ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ഏണി ഉപയോഗിച്ചുകൊണ്ട് അവിടെ എത്തി ഈ മൈനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി വിടുന്നതാണ് ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ടത്, ആരും കാണാതെ ശ്രദ്ധിക്കാതെ ഒരുപക്ഷെ അവിടെ കിടന്ന് മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു മൈനയ്ക്കുണ്ടായിരുന്നത്. അപ്പോഴാണ് തൻ്റെ ഒപ്പം എത്തിയ തൻ്റെ പ്രിയ കൂട്ടുകാരനോ അല്ലെങ്കിൽ എത്രയും വേണ്ടപ്പെട്ട ഒരാളായിരിക്കും. നേരത്തെ ദിവിഷേട്ടൻ പറഞ്ഞതുപോലെ തന്നെ മൈനകളെയൊക്കെ തന്നെ ഒറ്റയ്ക്ക് കണ്ടാൽ നമുക്ക് കുട്ടിക്കാലത്തൊക്കെ തന്നെ വലിയ പേടിയായിരുന്നു. ഒറ്റ മൈനയെ കണ്ട് അടി കിട്ടുമെന്നാണ് സ്കൂളിൽ പോകുന്ന സമയത്ത് കൂട്ടുകാരും അതുപോലെ തന്നെ നമ്മുടെ മുതിർന്നവരും ഒക്കെ തന്നെ പഠിച്ച് നമ്മളോട് അന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ മൈനെ എപ്പോഴും നമുക്ക് 2 എണ്ണമായിട്ട് കാണുന്നതാണ് സന്തോഷം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ജീവനക്കാരും കൂട്ടത്തിലുണ്ടായിരുന്ന മൈനയെ കൂടി രക്ഷപ്പെടുത്തി രണ്ടുപേരെ ഒന്നിച്ച് തിരിച്ച് പറന്നു പോകാനുള്ള ഒരു അവസരം കൂടി ഒരുക്കിയത് ദിവിഷേട്ടൻ. ശരി, എന്തായാലും സന്തോഷകരമായ കാഴ്ചയായിരുന്നു അല്ലേ. അപകടത്തിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്തിയ ജീവനക്കാർ അത് ശ്രദ്ധിച്ച് അത് ചെയ്തു എന്നത് നല്ല കാര്യമാണ്. ശരി ജിബിൻ, കാണാം.